ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പോകുന്ന പല ഗാഡ്ജറ്റുകളും നിങ്ങളെ ജയിലിൽ വരെ എത്തിച്ചേക്കാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ആമസോണിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പബ്ലിക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ത്രോവർ. നിങ്ങൾക്കറിയാവോ, 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫ്ലെയിം ത്രോവർ വാങ്ങാം. നിങ്ങളുടെ കാറിന്റെയോ ബൈക്കിന്റെയോ ഒക്കെ സൈലൻസറിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പെട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ഫ്ലെയിം ത്രോവർ ആണിത്. ഇത് നിങ്ങളുടെ കാറിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റേസ് ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് ഫ്ലെയിം അല്ലെങ്കിൽ തീ തുപ്പുന്ന തരത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ സെറ്റ് ചെയ്യൂ, പുറത്തേക്ക് ഇറക്കൂ, ജയിലിൽ കയറൂ. അത്ര മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആരെങ്കിലും നമ്മളെ ഒന്ന് വിളിച്ചാൽ വരെ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് സേഫ്റ്റി നെറ്റ് പോർട്ടബിൾ ലൈവ് സൗണ്ട് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ പറ്റും. ഇതിന്റെ അകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപ സംതിങ് ആണ്. ഇത് നിങ്ങളുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ നിങ്ങളൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, അതായത് ഈ ഗാഡ്ജറ്റിന്റെ അകത്ത് അസൈൻ ചെയ്തിട്ടുള്ള പല സൗണ്ടിലേക്ക് ആക്കാൻ പറ്റും. ഒരു റോബോട്ടിന്റെ സൗണ്ട് ആക്കാൻ പറ്റും, മെയിലിൽ നിന്ന് ഫീമെയിൽ വോയിസിലോട്ടാക്കാൻ പറ്റും, ഫീമെയിൽ വോയിസിൽ നിന്ന് മെയിലിലോട്ടാക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി 100% വർക്ക് ആവുന്ന ഒരു ഹാർഡ്വെയർ ആണ് ഈ വോയിസ് ചേഞ്ചർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് വാങ്ങാം. എന്നാൽ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഒരു കാർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് നമ്മുടെ കയ്യിൽ കാണും. എന്നാൽ ഈ ബൈക്ക് അല്ലെങ്കിൽ കാറ് ഒരു സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളെ ആർക്കെങ്കിലും ട്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ സ്പൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോസിബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന GPS ട്രാക്കർ കിട്ടും. ജസ്റ്റ് ഇത് ഇത്ര മാത്രമേ കാണുള്ളൂ. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാറിലോ ബൈക്കിലോ ഒക്കെ ഫിക്സ് ചെയ്യുക. ആ കാർ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആരെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് അവരെവിടെയൊക്കെ നിൽക്കുന്നു എന്ന് അറിയാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ്. കാര്യം നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് തീരും. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേനയൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇപ്പോൾ കണ്ണാടിയിൽ ക്യാമറയുണ്ട്, അതുപോലെ തന്നെ ഒരു പെന്നിൽ വരെ ക്യാമറയുണ്ട്. അത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കും അകത്ത് 1080p ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതും ഓഡിയോയും വീഡിയോയും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഫുൾ ടൈം ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതും ഈവൻ സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തും കിട്ടുന്ന തരത്തിലുള്ള പെൻ ക്യാമറകളും അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പെന്ന് തന്ന് ഗിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും ഒരു പെന്ന് കൊണ്ടുവന്ന് പെൻ റാക്കിൽ വെക്കുന്നു അല്ലെങ്കിൽ ഒരു സ്പെക്സും വെച്ച് ഒരാൾ വരുന്നു, ഒരു സെക്കൻഡ് നിങ്ങൾ അവരെ ഒന്ന് സംശയത്തോടു കൂടി നോക്കുന്നത് കൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഗാഡ്ജറ്റ് നിങ്ങൾ ഓരോ മനുഷ്യരും പേടിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലാപ്ടോപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രൈവസി ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും എല്ലാം ഉള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉള്ള ഈ ഒരു കമ്പ്യൂട്ടറിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അടിച്ചു കളയാനായിട്ട് ഒരു USB ഡ്രൈവിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഫോൺ ആവട്ടെ, നിങ്ങളുടെ ലാപ്ടോപ്പ് ആവട്ടെ, ഐപാഡ് ആവട്ടെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ആവട്ടെ, എന്തിനേയും നശിപ്പിക്കാനായി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കളയാനായിട്ടുള്ള USB കില്ലേഴ്സ് വരെ നമ്മുടെ ആമസോണിൻ്റെ അകത്തുണ്ട്. 20,000 രൂപ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് നശിപ്പിക്കാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നശിപ്പിക്കാനും പറ്റുന്ന ലൈറ്റ്നിങ് USB, USB-C, USB-A എന്നിങ്ങനെ എല്ലാ USB ടൈപ്പിലും കിട്ടുന്ന ഒരു USB കില്ലർ ഉണ്ട്. 10 സെക്കൻഡാണ് കമ്പനി അതിനകത്ത് പറയുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റിവ്യൂ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 10 സെക്കൻഡ് ഒന്നും ഈ സാധനത്തിന് ആവശ്യമില്ല, ഒരൊറ്റ സെക്കൻഡ് മതി. ജസ്റ്റ് കണക്ട് ചെയ്യുക, ഊരുക, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ടൈം ഒരു USB ആയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ USB ഡ്രൈവിനെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു, നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ ഇതിനകത്തുള്ള ഗാഡ്ജറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് 100% ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങളെ ജയിലിൽ വരെ കംപ്ലീറ്റ്ലി എത്തിക്കാവുന്ന ഗാഡ്ജറ്റുകളാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ലവ് യു ഗൈസ്. ബൈ.